എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഡേ 3 ആണ്. മലേഷ്യയിൽ നമ്മൾ ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തു. പിന്നെ നമ്മൾ നേരെ പോകുന്നത് കോലാലംപൂരിലെ KL. നമുക്ക് KL ടവറായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ KL ടവറിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കത് KL ബേർഡ് സാങ്ച്വറി നമുക്ക് അവർ സെറ്റ് ചെയ്ത് തന്നു. പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ. കാരണം നമുക്ക് ബേർഡ് സാങ്ച്വറി ഒക്കെ നമ്മൾ ഓൾറെഡി നമ്മൾ തായ്ലാൻഡൊക്കെ പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ KL ടവറിൽ കയറണം എന്നായിരുന്നു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷേ അത് അൺഫോർച്ചുനേറ്റ്ലി അത് നടന്നില്ല. പിന്നെ കുഴപ്പമില്ല, നമുക്കിനി ഇവിടുത്തെ കുറച്ച് ബേർഡ്സിനെയൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റാർട്ടിങ് ചെയ്യുന്നത് തന്നെ കുറച്ച് എന്താ പറയുക, സൺ കൊനൂറ്, പിന്നെ പാരറ്റ്, അങ്ങനെയുള്ള കുറേ ബേർഡ്സ് ഉണ്ട്. പിന്നെ ഇത് ഓപ്പൺ ആണ് കേട്ടോ, ഓപ്പൺ ബേർഡ് സാങ്ച്വറിയാണ്. അതിൽ ചില പക്ഷികളെ മാത്രമാണ് അവരിങ്ങനെ കൂട്ടിൽ കേജിലിട്ട് വെച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ നടന്നും പറന്നും ഒക്കെ ചെയ്യുന്നൊരു സ്ഥലമാണ്. നമ്മൾ തായ്ലാൻഡിലെ സഫാരി പാർക്കിലൊക്കെ പോയ അതേപോലെ തന്നെയാണ്, ഓപ്പൺ ആയിട്ടുള്ളൊരു സ്ഥലം. പിന്നെ 1-2 പക്ഷികളെയൊക്കെ ഇങ്ങനെ എന്താ പറയുക, കേജ് പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മേ ബി ചിലപ്പോൾ അവർ കുറച്ച് ഡേഞ്ചറസ് ആയിരിക്കും, അത് കാരണമായിരിക്കും. ഈഗിളിനെയൊക്കെ കണ്ടു. ഓവലൊക്കെ ഇതാണ്ട് ഓപ്പൺ ആയിട്ട് ഇങ്ങനെ തുറന്ന് വെച്ചിരിക്കുകയാണ് ഓവലിനെയൊക്കെ. കുറേ എണ്ണം ഉണ്ട് കേട്ടോ, കുറേ ഓവലിനെ കണ്ടു. പിന്നെ അവിടുത്തെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത് ഈഗിളുണ്ടായിരുന്നു. ആ ഈഗിള് കുറച്ചൊരു ഡേഞ്ചറാണ് കേട്ടോ. അത് കാരണം അതിനെ അവർ ഇങ്ങനൊരു കയറ് വെച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ കാലിലൊരു ഹുക്കൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് മാക്സിമം അത് കൊത്തിയിട്ട് അത് പൊട്ടിക്കാനായിട്ടൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ അതിങ്ങനെ ഉണ്ടാതിരിക്കുന്ന കുറച്ച് 1-2 ബേർഡ്സിനെയൊക്കെ കണ്ടു. ചിലപ്പോൾ ഈ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും കേട്ടോ. ഇതൊക്കെ കുറേ ദൂരം നടക്കാനുണ്ട്, എന്നാൽ നമുക്ക് അത്ര ഒരു വെയിലൊന്നും ഇല്ല. നല്ല കാം ആൻഡ് കൂളായിട്ടുള്ളൊരു സ്ഥലമാണ്, അധികം ശബ്ദമില്ല. പിന്നെ ഇങ്ങനത്തെയൊക്കെ ഒരു സ്പെഷ്യലായിട്ടുള്ള ബേർഡിനെ കണ്ടു. ഞാനിങ്ങനെ പേടിച്ചിട്ടൊക്കെ നിൽക്കണം കേട്ടോ. വേറൊന്നുമല്ല, അത് പറന്നു പോകുമെന്നുള്ള ഒരു ഇതിൽ. എൻ്റെ തൊട്ട് മുന്നേ വന്നിട്ടുള്ള 1-2 ആൾക്കാർക്കൊക്കെ നല്ല ഭംഗിയായിട്ട് അതിങ്ങനെ എന്താ പറയുക, അതിൻ്റെ ആ ഒരു ഫെദറൊക്കെ കൃത്യമായിട്ട് കണ്ടുകൊണ്ട് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കാനായിട്ട് അവർക്ക് പറ്റിയിട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കും ചെയ്യായിരുന്നു എന്നൊക്കെ വിചാരിച്ച് അതിൻ്റെ അടുത്തേക്ക് പോയപ്പോഴേക്കും അത് പറന്നു പോയി. അപ്പോൾ പിന്നെ പറ്റണ രീതിയിലൊക്കെ നിന്നിട്ട് അങ്ങനെ ഇങ്ങോട്ട് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ നമ്മുടെ നാട്ടിലെ മയിൽ ഇവിടെ ഇങ്ങനെ പീലിയൊക്കെ വിരിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. ഫുൾ ടൈം ഫോട്ടോസ് എടുത്തോളൂ എന്നുള്ള രീതിയിലൊക്കെയാണ് അത് നിൽക്കുന്നത്. കുറേ ആൾക്കാരൊക്കെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് നെവർ മൈൻഡായിട്ട് അവരിങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ക്രെയിൻ ഉണ്ട്. പിന്നെ ഇതൊരു സ്പെഷ്യൽ ബേർഡാണ് കേട്ടോ. ഇങ്ങനെ കുറച്ച് സ്പെഷ്യൽ ബേർഡുകളൊക്കെ തന്നെയാണ് KL ബേർഡ് പാർക്കിലുള്ളൂ. അത്ര ഒരു വെർത്തായിട്ട് എനിക്കത് തോന്നിയില്ല കേട്ടോ. KL ടവർ ശരിക്കും ഞാൻ മിസ് ചെയ്ത്. പക്ഷേ നിങ്ങൾക്ക് ഇനി മലേഷ്യയിൽ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ നിങ്ങൾ എന്തായാലും KL ടവർ തന്നെ എടുത്താൽ മതി. ബേർഡ് സാങ്ച്വറി അല്ലെങ്കിൽ ഫിഷിൻ്റെ ഇതൊക്കെ അവർ പറയും, അതിനൊക്കെ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് KL ടവർ തന്നെയാണ്. അതന്നെ നിങ്ങൾ പിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്കത് മെയിൻ്റെനൻസ് നടക്കണത് കൊണ്ട് നമുക്ക് പിന്നെ ഇനി അതന്നെ വേണമെന്ന് പറയാൻ പറ്റില്ലല്ലോ എന്നുള്ളതുകൊണ്ടാണ്. പിന്നെ ഇവരെയൊക്കെ നമുക്ക് ഫീഡ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അവിടെ 1 ബാത്ത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാത്തല്ല, 1 റിങ്കറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഫീഡ് ചെയ്യാനുള്ള സാധനം നമുക്ക് കിട്ടും. അതെടുത്തിട്ട് നമുക്ക് ഫിഷിനും പിന്നെ അതുപോലെ ഇങ്ങനത്തെ ബേർഡ്സിനൊക്കെ ഫീഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതിൽ ഹോൺബില്ലുണ്ട്. പിന്നെ നമ്മുടെ മലമുഴക്കി വേഴാമ്പലുണ്ട്. ഇനി ഇതിൽ എക്സോട്ടിക് ആയിട്ടുള്ള കുറച്ച് ബേർഡുകളുണ്ട് കേട്ടോ. നമ്മുടെ മക്കാവു, പിന്നെ മറ്റേ സൺകൊനൂറ്, ഇങ്ങനെയുള്ള കുറച്ച് ബേർഡ്സുകൾ വേറെയും ഇതിലുണ്ട്. അതൊക്കെ കുറച്ച് നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് ഓൾറെഡി കുറച്ച് ബേർഡ്സിൻ്റെ ഇതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അതിൽ കുറച്ച് എന്താ പറയുക, ഈ പാമ്പ് ഇതൊക്കെ ചേരയൊക്കെ കയറി വരാൻ വേണ്ടി തുടങ്ങിയപ്പോൾ നമ്മളത് അതൊക്കെ സെല്ല് ചെയ്തു, അതൊക്കെ കൊടുത്തു. അപ്പോൾ അത് കാരണം നമുക്ക് ബേർഡ്സിൽ ഇതിൽ കുറേ എണ്ണമൊക്കെ നമുക്ക് അറിയണതായിരുന്നു. ദ എക്ലറ്റസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബേർഡാണ്. അത് അവരൊരു ടീമായിട്ടാണ് ഉണ്ടാവുക. പിന്നെ കൊക്കാറ്റോ പറഞ്ഞിട്ട്, ഈ കൊക്കാറ്റോ ഒക്കെ നന്നായിട്ട് സംസാരിക്കുന്നതാണ് കേട്ടോ. ഇതൊക്കെ കൊനൂറാണ്, സൺകൊനൂറ്, പിന്നെ പാരക്കീറ്റൊക്കെയാണത്. അപ്പോൾ ഇതിനെയൊക്കെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടായത് പറഞ്ഞാൽ അതാണ് കുട്ടിയായിട്ട് ഇങ്ങനെ ധൈര്യമായിട്ട് നിന്നിട്ട് ഇത് തലയിലൊക്കെ കയറിയിരിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഓൾറെഡി ഒരു
തത്ത ഉണ്ടായിരുന്നു, നന്നായി സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ദിവസം അത് അത് ഭയങ്കരമായിട്ട് കൂട്ടിൻ്റെ ഉള്ളിൽ കടന്നിങ്ങനെ കുത്തി മറിയുന്നുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് അതങ്ങോട്ട് പറന്ന് പുറത്തേക്ക് പോയി. പിന്നെ അതിനെ നമുക്ക് കിട്ടിയില്ല കേട്ടോ. അതിൻ്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല. ഇവിടെ ഈ ബേർഡ് പാർക്കിൽ പോയപ്പോൾ നമ്മൾ വിചാരിച്ചു കേട്ടോ, നമുക്ക് വീണ്ടും ഒരു പക്ഷീനെ വാങ്ങിക്കാമെന്നൊക്കെ. പിന്നെ ഇതിനെങ്ങനെ കൂട്ടിലിട്ട് വളർത്തേണ്ട കാര്യമൊക്കെ ആലോചിച്ചപ്പോൾ വേണ്ടാന്ന് വെച്ചു. ഇനി കുഞ്ഞു കുട്ടികളൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാർക്ക് അവർക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയ ഒക്കെ ഉണ്ട്. പിന്നെ ഒരു ബേർഡ് എങ്ങനെയാണ് അതിൻ്റെ ഓരോ എഗ്ഗ് ഉണ്ടാവുന്നത്, എഗ്ഗിൽ നിന്ന് എങ്ങനെയാണ് ബേർഡ് പുറത്തേക്ക് വരുന്നത്, ഇങ്ങനെ ഓരോന്നിനെ കുറിച്ചും നമുക്കവിടെ ഡീറ്റെയിൽ ആയിട്ട് കാണാനായിട്ട് പറ്റും. നമുക്ക് ഇവിടെ കുറേ യൂറോപ്യൻസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ അത് അവരുടെ കുട്ടികൾക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മക്കാവു, കൊക്കാറ്റോ, ഇങ്ങനത്തെ ബേർഡ്സൊക്കെ അവിടെ കുറേ എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു 2-3-4 എണ്ണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്ന് നോക്കി നോക്കട്ടെ. എനിക്കിപ്പോൾ അതിൽ നോക്കുമ്പോൾ ആ വീഡിയോസൊന്നും കാണാനും ഇല്ല. പിന്നെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതാ ഇങ്ങനെ ഒരു ഷോപ്പുണ്ട് കേട്ടോ. ഈ ബേർഡ്സിൻ്റെ കുറച്ച് നമുക്ക് മെമ്മറീസ് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. ഇത് കുറച്ച് അധികം ദൂരം ഇങ്ങനെ ഉണ്ട്. ഷർട്ടുകളും പിന്നെ ഇങ്ങനത്തെ കുറച്ച് യൂണീക്കായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അതിൽ 1-2 സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ നോക്കി. പിന്നെ നല്ല കോസ്റ്റ്ലിയാണ് കേട്ടോ. സ്റ്റാർട്ടിങ് തന്നെ 10 റിങ്കറ്റ്, 20 റിങ്കറ്റ്, 25 റിങ്കറ്റ്, 65 റിങ്കറ്റ്, ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. പിന്നെ ഇങ്ങനത്തെ ഒരു ഷോപ്പ് ഇതിലൊക്കെ എന്തായാലും ആൾക്കാർ കുറച്ച് മൊമെൻറ്റ്സിന് വേണ്ടിയിട്ട് എന്തായാലും വാങ്ങിക്കുമല്ലോ. അപ്പോൾ അത് കാരണം കൂടി ആയിരിക്കാം ചിലപ്പോൾ ഇത്ര ഒരു പ്രൈസൊക്കെ വന്നിട്ടുള്ളത്. എന്തായാലും ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഉണ്ടായിരുന്നത്. അടിപൊളിയാണ്. അപ്പോൾ ഞാൻ അധികം ഇതങ്ങോട്ട് പറയില്ല. നിങ്ങൾ KL ടവറൊക്കെ ആണ് നിങ്ങൾക്ക് ഇത് 3 കൂടി നിങ്ങൾക്ക് ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബെസ്റ്റാണ്. നമുക്കിത് 3 കൂടി ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഫിഷ് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ KL ഇത് ബേർഡ് പാർക്ക് നമ്മൾ ഓക്കെ പറഞ്ഞു. നമുക്ക് മറ്റേത് മെയിൻ്റനൻസ് കാരണം കിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ ഇത് വെച്ച് ഞങ്ങൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു കേട്ടോ. ഇത് നമുക്ക് ഡേ 3യിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ പുത്രജയിലേക്കാണ് പോവുക. അപ്പോൾ ഇവിടുന്ന് കുറച്ച് മെമ്മറീസൊക്കെ നമ്മൾ വാങ്ങി നമ്മൾ നേരെ പുത്രജയിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും അവിടെ വെച്ച് കാണാം. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.